ഹലോ എവ്രി വൺ. നമ്മൾ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ചിട്ടും അതിൻ്റെ പാറ്റേണും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചുമാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സാമിനെ കുറിച്ചിട്ടും എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചിട്ടും പറഞ്ഞുതരും, പ്ലസ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചിനെ കുറിച്ചിട്ടും പറഞ്ഞുതരും. ഓക്കെ, സോ ആദ്യം ഞാൻ ബാച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് സിലബസിലേക്ക് പോയാൽ പോരെ. ഓൾ റൈറ്റ്, നമ്മൾ 2027 എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, അതായത് മെയ് 24 ഈ വരുന്ന വർഷം സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, ഇനി ബാക്കിയുള്ളത് 9 മന്ത് ആണല്ലോ, 9 മന്ത് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ 2027 അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 ഇയർ ബാച്ച് കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2 ഇയറിനുള്ളിലായിട്ട് 100% സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിവേ 1 ഇയർ 2 ഇയർ ബാച്ചസ് അവൈലബിൾ ആണ്. +2 പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാർക്ക് 2 ഇയർ ചൂസ് ചെയ്യാം. പഠിച്ച് കഴിഞ്ഞു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണെങ്കിൽ 1 ഇയർ ബാച്ച് ചൂസ് ചെയ്യാം. മന്ത്ലി 699 ആണ് ഫീസായിട്ട് ഉണ്ടാവുക. ജോയിൻ ചെയ്യുമ്പോൾ ഒരു 300 അഡ്മിഷൻ ഫീസായിട്ട് പേ ചെയ്യണം. സോ ടോട്ടൽ 699 നിങ്ങളുടെ 1 മന്ത് ഫീസും 300 അഡ്മിഷൻ ഫീസും കൂട്ടി 999 റുപ്പീസാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യുമ്പോൾ 999 പേ ചെയ്ത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മന്ത് ബാച്ചിലിരിക്കാം. എക്സാക്ട്ലി 30 ഡേയ്സ് നിങ്ങൾക്ക് ബാച്ചിലിരിക്കാം. ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്തിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത്, ഫിഫ്ത്ത് മന്ത് എല്ലാ മന്തിലും 699 റുപ്പീസ് മാത്രമായിരിക്കും ഫീസ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ മന്ത്ലിയാണ് ഫീസ് പേ ചെയ്യേണ്ടത്. മന്തിൽ 699 റുപ്പീസ് മാത്രമേ ഫീസ് ഉള്ളൂ. ജോയിൻ ചെയ്യുമ്പോൾ അഡീഷണൽ ഒരു 300 ഒരു അഡ്മിഷൻ ഫീസ് പേ ചെയ്യണം. അങ്ങനെ ഒരു 999 റുപ്പീസാണ് ജോയിൻ ചെയ്യുമ്പോൾ 1 ടൈം ആയിട്ട് പേ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യുമ്പോൾ 999 പേ ചെയ്ത് കഴിഞ്ഞാൽ മന്തിൽ 699. ഏകദേശം ഫീസിൻ്റെ കാര്യം ക്ലിയർ ആണല്ലോ. എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് ഫീസാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഫീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ ക്ലാസ്സസ് റെക്കോർഡഡ് ഫോർമാറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും പഠിക്കുന്ന കുട്ടികളോ വർക്കിംഗ് പ്രൊഫഷണൽസും ആയിരിക്കും. സോ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് ലൈവ് ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. സോ ആപ്ലിക്കേഷനിൽ റെക്കോർഡഡ് ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സ് ആൻഡ് എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പ് അവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വൈസ് ചാൻസലർ സ്റ്റാർട്ടപ്പ് ഫണ്ടൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്നോട് വാട്സാപ്പിൽ ചോദിച്ചാൽ രജിസ്ട്രേഷൻ അടക്കമുള്ള ഡീറ്റെയിൽസ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. സോ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷനാണ് നമ്മൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തത്. യങ് സ്റ്റാർട്ടപ്പായിട്ടും ഏറ്റവും ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഫണ്ടൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്സാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി എക്സാമിനെ കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം സിലബസിലേക്കൊക്കെ പോവാം. UPSC നടത്തുന്ന ഈ ഒരു എക്സാമിൻ്റെ പേര്, UPSC എന്ന് പറയുന്ന ഒരു ബോർഡാണ്. സോ ആ ബോർഡിൻ്റെ പേര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അവർ നടത്തുന്ന എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. ഓക്കെ, UPSC എന്ന് പറഞ്ഞ ബോർഡ് NDA എക്സാം കണ്ടക്ട് ചെയ്യും, ഡിഫൻസിലേക്കുള്ള എക്സാം കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ അവർ സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യും. UPSC നടത്തുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. ഈ എക്സാമിന് ആക്ച്വലി 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, തിക്നെസ് കുറച്ച് കുറക്കട്ടെ, കുറച്ചും കൂടെ. ഈ ഒരു എക്സാമിന് ആക്ച്വലി 3 സ്റ്റേജസ് ആണ് ആക്ച്വലി ഉണ്ടാവുക. ഈ ഒരു എക്സാമിന് 3 സ്റ്റേജസ് ഇൻ ദ സെൻസ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ ഫൈൻ, 3 സ്റ്റേജസ് ഉണ്ടാവുക. നമ്പർ 1 പ്രിലിംസ് ആണ്, നമ്പർ 2 മെയിൻസ് ആൻഡ് ഫൈനലി ദി ഇൻ്റർവ്യൂ. ഇതിൽ ജാനുവരി 20th ആവുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം റിലീസാവും. ആപ്ലിക്കേഷൻ ഫോം റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാനുവരി 22 അപ്രോക്സിമേറ്റ്ലി ഒരു ഫെബ്രുവരി 10 വരെ എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാം അഥവാ രജിസ്റ്റർ ചെയ്യാം. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി പെട്ടൊരു കുട്ടിക്ക് 100 രൂപയാണ് എക്സാം ഫീസ്. OBC പെട്ടൊരു കുട്ടിക്ക് 100 രൂപ. SC ST പെട്ട ആൾക്കാർക്ക്, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, SC ST പെട്ട കുട്ടികൾക്ക് 0 ഫീസാണ്. 1 രൂപ പോലും ഫീസ് പേ ചെയ്യേണ്ട. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇനി അക്ഷയ സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു 40 രൂപ രജിസ്റ്റർ ചെയ്യാൻ അവരുടെ ഒരു അക്ഷയ ഫീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓൺലൈൻ കഫേയുടെ ഒരു ഫീസ് ഉണ്ടല്ലോ, 40 രൂപ അത്രയേ വേണ്ടൂ. ഇനി നിങ്ങളൊരു ഫീമെയിലാണ് ജനറൽ കാറ്റഗറി, OBC, SC ST എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ഫീമെയിൽസിന് 0 ഫീസാണ്. നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1 രൂപ പോലും ഫീസ് പേ ചെയ്യേണ്ട, 0 ഫീസാണ്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ജനറൽ OBC ആണെങ്കിൽ ഒരു 100 രൂപ എക്സാം ഫീസ്, 40 രൂപ അക്ഷയ അത് ഓൺലൈൻ കഫേ ഒരു 140 രൂപ എക്സാമിനും ഇതൊക്കെ അക്ഷയ ഫീസൊക്കെ കൂടിയിട്ടാവും. ബാക്കി SC ST പെട്ട എല്ലാ കുട്ടികളും മെയിൽ ആൻഡ് ഫീമെയിൽ ഒക്കെ
ഇത്തരത്തിൽ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടില്ല. പ്രിലിംസ് ആക്ച്വലി 2 സ്റ്റേജ് ഉണ്ടാവുക, GS പേപ്പർ 1, GS പേപ്പർ 2, CSAT. GS പേപ്പർ 1 ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ്, കറണ്ട് അഫെയർസ്, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഏറ്റവും കോറായിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് GS 1 ഡീൽ ചെയ്യാനുണ്ടാവും. പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠിത്തം ഉണ്ടെങ്കിൽ GS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. GS ആക്ച്വലി ജനറൽ കാറ്റഗറി പെട്ടൊരു കുട്ടി ഒരു 90 മാർക്കാണ് ഔട്ട് ഓഫ് 200 സ്കോർ ചെയ്യേണ്ടെങ്കിൽ OBC പെട്ടൊരു കുട്ടി മേ ബി 89 ആയിരിക്കും സ്കോർ ചെയ്യേണ്ടി വരിക. SC ST പെട്ടൊരു കുട്ടിയാണെങ്കിൽ ഒരു 65 അടുത്തായിരിക്കും സ്കോർ ചെയ്യേണ്ടി വരിക. ഇത് ഏകദേശം മാർക്കിനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് GS 1 സ്കോർ ചെയ്യാൻ പറ്റിയ മാക്സിമം മാർക്ക് 200 എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് GS 1 ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, അങ്ങനെ 200 മാർക്കാണ് നിങ്ങളുടെ മാക്സിമം മാർക്ക്. 200 മാർക്കിൽ എല്ലാ വർഷം കട്ട് ഓഫ് ഡിഫറെൻ്റ് ആണ് കേട്ടോ, എല്ലാ വർഷം ഡിഫറെൻറ്റാണ്. ചില വർഷം 105 ആവാം, 100 ആവാം, 98 ആവാം, ജനറൽ കാറ്റഗറിക്ക് 90 ആവാം, 85 ആവാം, ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ഏകദേശം ഒരു ധാരണ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏകദേശം ഇപ്പോൾ ജനറൽ കാറ്റഗറി പെട്ടൊരു കുട്ടി 90 ആണെങ്കിൽ OBC പെട്ടൊരു കുട്ടി 88, 89 ആവാം, SC ST പെട്ടൊരു കുട്ടി 65 അടുത്താവാം. ഇതാണ് ജനറൽ കാറ്റഗറിയുടെ ഒരു കട്ട് ഓഫ്. ഏകദേശം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ 95 ആവാം, 105 ആവാം. കോമ്പറ്റീഷൻ, നിങ്ങളുടെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ സ്കോർ, കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കട്ട് ഓഫ് തീരുമാനിക്കുക. ഇനി CSAT കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 200 മാർക്കിൻ്റെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക്. CSAT ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 80 ക്വസ്റ്റ്യന് 2.5 മാർക്ക്, ഇങ്ങനെ 200 മാർക്കാണ് CSAT വരുന്നത്. CSAT ജനറൽ കാറ്റഗറി പെട്ടൊരു കുട്ടി, OBC പെട്ട കുട്ടി, SC ST എല്ലാ ആൾക്കാരും സെയിം മാർക്കാണ് ക്വാളിഫൈ ചെയ്യാൻ സ്കോർ ചെയ്യേണ്ടത്. 66.6 മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 200 നിങ്ങളൊരു 100 മാർക്ക് തന്നെ ഒരു ഏകദേശം മനസ്സിൽ വെച്ച് പൊക്കോളൂ. കാരണം 100-ന് താഴെ ഒരിക്കലും അസ്യൂം ചെയ്യരുത്. മേ ബി ജനറൽ കാറ്റഗറി പെട്ടൊരു കൂടി 90 ആവണം നിർബന്ധമില്ല, ചിലപ്പോൾ 98 എന്തും ആണെങ്കിൽ ആവാം. ഒരു 100-120 മാർക്കിന് മുകളിൽ ജസ്റ്റ് ഒന്ന് എയിം ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ 200-ൽ ഒരു 100 മാർക്കിന് കൂടുതൽ കിട്ടൂലേ. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചൊരു 200-ൽ ഒരു 66.6 മാർക്ക് CSAT കിട്ടൂലേ? കിട്ടും. സോ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ക്വാളിഫൈ ദ പ്രിലിംസ്. പ്രിലിംസിൻ്റെ മാർക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. മെയിൻസിലേക്ക് പ്രിലിംസിൻ്റെ മാർക്ക് ഒരു കാരണവശാലും നോക്കാൻ പോകുന്നില്ല. മെയിൻസിൽ ആക്ച്വലി 2 ക്വാളിഫൈങ് പേപ്പേഴ്സ് മെയിൻസിലുണ്ടാവും. അത് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. ഞാൻ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞിട്ട് 2 ക്വാളിഫൈങ് പേപ്പേഴ്സ് ഉണ്ടാവും, ഇംഗ്ലീഷ്, പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്, നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം. മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് essay, GS 1 ഹിസ്റ്ററി ജോഗ്രഫിക്ക് ഇതിൽ വരും, GS 2 പോളിറ്റി ഗവർണൻസ് ഒക്കെ ഇതിൽ വരും, GS 3 ഇക്കണോമിക്സ് ഒക്കെ ഇതിൽ വരും, GS 4 എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇതിൽ വരും. ഇത് 4 GS പേപ്പർ. ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന് 2 പേപ്പേഴ്സ് ഉണ്ടാവും. മൊത്തം essayക്ക് 250, 4 GS പേപ്പറിന് കൂടി 250, 250, 250, 250, അങ്ങനെ മൊത്തം ഒരു 1000 മാർക്ക്. 2 ഓപ്ഷൻ സബ്ജക്റ്റ് 250, 250, ഒരു 500 മാർക്ക്. മൊത്തം 1750 മാർക്ക് റിട്ടേൺ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഇതും പ്ലസ് ഒരു 275 മാർക്ക് ഇൻ്റർവ്യൂ, അങ്ങനെ മൊത്തം ഒരു 2025 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഇതിലൊരു 1000+ കിട്ടുവാണെങ്കിൽ തന്നെ യു ആർ സേഫ്. ഒരു 1000+ ആയിരിക്കണം എപ്പോഴും. ഓക്കെ, സോ 275 ഉള്ള ഇൻ്റർവ്യൂവിനും 1750 ഉള്ള റിട്ടേൺ എക്സാം മൊത്തം കൂടി 2025 ഒരു 1000+ കിട്ടുവാണെങ്കിൽ തന്നെ യു ആർ ഡൺ. 1080 ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക്, 1095 ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1, ഓൾ ഇന്ത്യ റാങ്ക് 2 ഒക്കെ കിട്ടുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നിങ്ങളെ കൊണ്ട് കിട്ടുമല്ലോ, നിങ്ങളെ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദി എക്സാം. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. ആൻഡ് ഈ ചാനൽ എൻ്റെ മറ്റ് ഡെമോ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ സെയിം കാര്യം UPSC എക്സാം പാറ്റേൺ, പ്രിലിംസ് GS 1-ഉം CSAT-ഉം. CSAT-നെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. മാത്സ്, റീസണിങ്, റീഡിങ് കോംപ്രഹെൻഷൻ, അതാണ് ഉണ്ടാവുക. മാത്സ് വരുമ്പോൾ പെട്ടെന്ന് പഠിക്കേണ്ട ഒരുപാട് ടഫസ്റ്റ് ഒന്നും ആയിരിക്കില്ല, ഒരു 10th 12th ലെവൽ മാത്സ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. റീസണിങ്, റീഡിങ് കോംപ്രഹെൻഷനും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ളൂ. മെയിൻസിന് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യണം. ഇത് ക്വാളിഫൈങ് പേപ്പർ മാത്രം മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനോട് ഉപയോഗിക്കില്ല. റീജിയണൽ ലാംഗ്വേജ് മലയാളം, ഹിന്ദി, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതിലും ക്വാളിഫൈങ് പേപ്പർ മാത്രം മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനോട് ഉപയോഗിക്കില്ല.
ജസ്റ്റ് അവർ പറയുന്ന മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് 300 റീജണൽ ലാംഗ്വേജും ഇംഗ്ലീഷും 300 മാർക്കിലാണ് വരുന്നത്. 300 അവർ പറഞ്ഞ 25% മിനിമം സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ 25%, ഒരു 75 മാർക്ക് ഔട്ട് ഓഫ് 300 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഡൺ, യു ആർ ക്വാളിഫൈഡ്. ഒരു 80 എബോ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ്. മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അത് ഉപയോഗിക്കില്ല. ഒരു എസ്സേ 250 1750 പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഒരു 275, മൊത്തം 2025 സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ഇതിലൂടെ 1000 മുകളിൽ തന്നെ നിങ്ങൾ എയിം ചെയ്താൽ തന്നെ യു ആർ ഡൺ. 1080, 1090 കിട്ടുന്ന കുട്ടികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടാറുണ്ട്. ഏകദേശം ഒരു 1000 കിട്ടിയല്ലോ. പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് ക്ലാസ്സസ് പ്രോപ്പറായിട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ആസ് ഐ സെഡ് KUIF നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് KUIFൻ്റെ വെബ്സൈറ്റൊക്കെ നോക്കാവുന്നതാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജനറൽ സ്റ്റഡീസ് GSL ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, ഇക്കണോമിക്സ് വരും, പോളിറ്റി വരും. ഈ 4 കോർ ടോപ്പിക്സാണ് ആദ്യം തന്നെ തീർക്കണം. നിങ്ങൾ ആദ്യം തന്നെ തീർക്കേണ്ട ഈ 4 കോർ ടോപ്പിക്സാണ്. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കറണ്ട് അഫെയർസും ഒക്കെ നമ്മൾ സിലബസിൻ്റെ പാർട്ടാണ്. MCQs, വീക്ക്ലി റിവിഷനും മന്ത്ലി കറണ്ട് അഫെയർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. CSAT കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്സ്, റീസണിങ്, റീഡിങ് കോംപ്രഹെൻഷൻ ഒക്കെയാണ് CSAT പാർട്ടിൽ ആക്ച്വലി വരുന്നത്. എ കീ മെസ്സേജ്, ദിസ് എ കംപ്ലീറ്റ് വൺസ് പ്രോഗ്രാം ഫോർ UPSC പ്രിപ്പറേഷൻ. പ്രോപ്പറായിട്ടുള്ള ക്ലാസ്, നോട്ട്സ്, എക്സാംസ്, മെൻറ്റർഷിപ്പ്, എൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പും ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. കാരണം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ടൈം മാറ്റർ ചെയ്യുന്നില്ല. 4 ദിവസം നിങ്ങൾക്ക് പനിയായിട്ട് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലും തിരിച്ചു വന്ന് കാണാവുന്നതാണ്. കൺസിസ്റ്റൻസി, സ്മാർട്ട് വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രിപ്പറേഷനിൽ. പ്രോപ്പറായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. 699 റുപ്പീസ് മാത്രമേ മന്ത്ലി ഫീസ് വരുന്നുള്ളൂ. ജോയിൻ ചെയ്യുമ്പോൾ 999 പേ ചെയ്തൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് തൊട്ട് മന്ത്ലി വെറും 699 റുപ്പീസ് ഫീസിലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ലെറ്റ് മീ ആസ് സൂൺ ആസ് പോസിബിൾ ഫീ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.